പിന്നോക്ക വിഭാഗങ്ങൾക്ക് 42% സംവരണം ആവശ്യപ്പെട്ട് തെലങ്കാനയിലെ BRS MLC കെ കവിതയുടെ 72 മണിക്കൂർ നിരാഹാരം തുടരുകയാണ്. മുസ്ലിങ്ങളെ BC കോട്ടയിൽ ഉൾപ്പെടുത്തുന്നതിന് പകരം അവർക്ക് 10% പ്രത്യേക സംവരണം നൽകണമെന്നാണ് കവിതയുടെ ആവശ്യം. മനു ഭരചേരിയാണ്. മനു, നമുക്കറിയാം തെലങ്കാനയിൽ രാഷ്ട്രീയ നിലനിൽപ്പിനുള്ള പോരാട്ടത്തിലാണ് അവരുടെ രാഷ്ട്രീയ കക്ഷി. എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ? BRSൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായൊരു സാഹചര്യത്തിൽ കൂടിയാണ് കെ കവിതയുടെ ഈ സമരം എന്നതും ശ്രദ്ധേയമാണ്. കാരണം BRSലെ ഒരു വിഭാഗം BJPയിൽ ലയിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. നേരത്തെ ഇതിനെ KT രാമറാവു ഇത് ശക്തമായി ഇത്തരം നീക്കങ്ങളില്ല എന്ന് പറയുമ്പോൾ കൂടി അത്തരത്തിലുള്ള ഒരു മാധ്യമ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് കവിത ഒരു നിരാഹാര സമരത്തിലേക്ക് കടന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 42% സംവരണം പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണം എന്നാണ് കെ കവിത ആവശ്യപ്പെടുന്നത്. അത്തരത്തിൽ തെലങ്കാന അസംബ്ലി പാസാക്കിയ ഒരു നിയമത്തിന് രാഷ്ട്രപതിയുടെ പിന്തുണ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്ക് നീങ്ങുകയാണ്. ആ ഘട്ടത്തിലാണ് മറ്റൊരു രാഷ്ട്രീയ ട്വിസ്റ്റ് എന്ന നിലയിൽ കവിത നിരാഹാര സമരം ആരംഭിക്കുന്നത്. ഇനി ഇതിന് കേന്ദ്രം തയ്യാറായില്ലെങ്കിൽ തങ്ങൾ ജന്തർ മന്ദറിലെത്തി സമരം ചെയ്യും എന്നുകൂടി കെ കവിത വ്യക്തമാക്കുകയും ചെയ്യുന്നു. BRSനകത്തുള്ള ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഈ സമരത്തോടു കൂടി മറച്ചു പിടിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ കവിതയ്ക്കുണ്ട് എന്ന് ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു. അതേസമയം മറ്റൊരാവശ്യം പ്രധാനമായി കെ കവിത മുന്നോട്ട് വയ്ക്കുന്നത് മുസ്ലിം വിഭാഗത്തിന് 10% സംവരണം നൽകണം, അതിന് ഒരു പ്രത്യേക ബില്ല് വേണം എന്ന തരത്തിൽ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഇത് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കും. BJP ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്ന് വ്യക്തമാക്കണം എന്നുകൂടി കെ കവിത ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ നാടകത്തിന് കൂടിയാണ് തെലങ്കാന വേദിയാകുന്നത്. മനു ഭാരത് വിവരങ്ങൾ പങ്കുവച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസത്തേക്ക് കനത്ത മഴ, അതിതീവ്ര മഴ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം. എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിൽ നാളെ റെഡ് അലേർട്ട്. എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നും നാളെയും മറ്റ് ജില്ലകളിലും മഴ മുന്നറിയിപ്പുമുണ്ട്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കുമെന്നാണ് പ്രവചനം.